ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായി ചേർന്ന് പ്രവർത്തിച്ച നാലംഗ സംഘത്തെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പിടികൂടി. രാജ്യത്തെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങളുടെയും സുരക്ഷാ താവളങ്ങളുടെയും വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറി എന്ന ഗുരുതരമായ ആരോപണമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇറാന്റെ വടക്കൻ പ്രവിശ്യയായ ഗിലാനിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത്. സൈനിക കേന്ദ്രങ്ങളും ചിത്രങ്ങളും ലൊക്കേഷനുകളും ഇന്റർനെറ്റ് വഴി ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി എന്നതാണ് പ്രധാന ആരോപണം. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ കർശന പരിശോധനകളാണ് നടത്തിവരുന്നത്. വരും ദിവസങ്ങളിലും ചാരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നീക്കം ശക്തമാക്കുമെന്ന് IRGC വക്താക്കൾ അറിയിച്ചു. നാവിക ഉപരോധവുമായി മുന്നോട്ടു പോയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന് പുറമെ ചെങ്കടൽ വഴിയുള്ള ചരക്കു നീക്കവും തടയുമെന്ന് IRGC കഴിഞ്ഞ ദിവസം താക്കീത് നൽകിയിരുന്നു. മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പുതിയ നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്.